BPCL CSR ഫണ്ടിൽ നിന്നും പിറവം സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിന് അനുവദിച്ച പുതിയ സ്കൂൾ ബസ് MLA അനൂപ് ജേക്കബ് ഫ്ളാഗ് ഓഫ് ചെയ്തു. BPCL പബ്ലിക് റിലേഷൻ ചീഫ് മാനേജർ വിനീത് M വർഗീസ് ബസിന്റെ താക്കോൽ കൈമാറി. സ്നേഹഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ റോയ് മേപ്പാടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ജൂലി സാബു മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം സ്നേഹഭവൻ സ്പെഷ്യൽ സ്കൂളിന് BPCL CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. MLA ഫണ്ട് വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും MLA ഫണ്ടിന്റെ പദ്ധതിയിൽ ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് കൊടുത്താൽ അനുമതി ലഭിക്കുന്നില്ല. അപ്പൊ അത് ആ ഒരു ഭാഗം ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല. MLA ഫണ്ട് ഈ കാറ്റഗറിയിലുള്ള സ്കൂളുകൾക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ ഗവൺമെന്റ് ഓർഡേഴ്സ് പ്രകാരം. അതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അവിടെ ആ സന്ദർഭത്തിലാണ് ഞാൻ BPCL അധികൃതരുമായി ഈ വിഷയം സംസാരിച്ചത്. ഇവിടെ ചേർന്നിട്ടുണ്ട്. അപ്പൊ BPCL വളരെ താല്പര്യപൂർവ്വം അവരുടെ ഇത്തവണത്തെ സ്കീം മുഴുവനും മെഡിക്കൽ ബിൽഡിങ്സ് ആണ്, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആണ് ഇത്തവണത്തെ അവരുടെ സ്കീമിൽ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ സ്നേഹഭവൻ സ്കൂളിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ ഞാൻ അവരെ പറയുകയും എന്റെ കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയി തന്നെ പ്രത്യേക സാങ്ഷൻ നൽകിയാണ് ഈ സാമ്പത്തിക വർഷത്തേക്ക് നമുക്ക് ഈ മനോഹരമായ ബസ് അനുവദിച്ചു തന്നത്. സ്നേഹഭവൻ വൈസ് പ്രസിഡന്റ് ഫാദർ റോയി മേപ്പാടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സ്നേഹഭവൻ സ്കൂളിന് വേണ്ടിയിട്ട് MLAയുടെ നേതൃത്വത്തിൽ ഭാരത് പെട്രോളിയത്തിന്റെ സഹകരണത്തോടുകൂടി ഒരു വാഹനം അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ സമയബന്ധിതമായിട്ട് സ്കൂളിൽ എത്തിക്കുന്നതിനും തിരിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ ഏറെ സഹായകരമാണ്. തീർച്ചയായിട്ടും ഇത് തന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. BPCL പബ്ലിക് റിലേഷൻ ചീഫ് മാനേജർ വിനീത് M വർഗീസ് സ്കൂൾ ബസിന്റെ താക്കോൽ കൈമാറി. ഫാദർ അഖിൽ തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്നേഹഭവൻ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ബെന്നി കാവനാൽ, എക്സിക്യൂട്ടീവ് മെമ്പർ മാത്യു കാര്യക്കാട്ട്, കൌൺസിലർമാരായ സിനി ജോയി, ജിൻസി രാജു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ, PTA പ്രസിഡന്റ് MR സജീവ്, സെക്രട്ടറി സാബു സി കുര്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ അൽഫോൻസി SVM എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.